കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജയിലിൽ കഴിയുന്ന രണ്ട് കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് വീണ്ടും സെഷൻസ് കോടതി പരിഗണിക്കും. ഈ വിഷയം NIA കോടതിയുടെ പരിഗണനയിൽ വരില്ലെന്ന് സർക്കാർ സെഷൻസ് കോടതിയെ അറിയിക്കാൻ സാധ്യതയുമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വർദ്ധിച്ചിട്ടുമുണ്ട്. ഈ കേസിൽ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ ശക്തമായ ഇടപെടലുകളാണ് കാര്യങ്ങൾ ഇവിടം വരെ എത്തിച്ചത്. ബുധനാഴ്ച പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെയും ഓഫീസുകളിൽ അദ്ദേഹം നേരിട്ടെത്തി കാര്യങ്ങൾ ധരിപ്പിച്ചു. ഈ ഫലപ്രദമായ ഇടപെടൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ച മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ നിരാശരാക്കി. കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തിട്ടില്ലെന്നും തെറ്റിദ്ധാരണയുടെ പുറത്തുള്ള അറസ്റ്റാണിതെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി എന്ന നിലയിൽ കാര്യങ്ങൾ വിശദമായി പഠിക്കേണ്ടതുണ്ടെന്ന് മന്ത്രി ജോർജ് കുര്യൻ വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തുടനീളം വൈദികരും കന്യാസ്ത്രീകളും ആതുര സേവനം നടത്തുന്നത് പണത്തിനോ പദവിക്കോ വേണ്ടിയില്ലെന്ന് സഭാ അധികാരികളും വിശദീകരിച്ചിരുന്നു. കോൺഗ്രസ് ഭരണകാലത്ത് വർദ്ധിച്ചു വന്ന മനുഷ്യക്കടത്ത് തടയാൻ നിർമ്മിച്ച നിയമമനുസരിച്ച് ആരെങ്കിലും പരാതി നൽകിയാൽ ഉടൻ FIR രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കന്യാസ്ത്രീകളുടെ പേരിൽ ലഭിച്ച പരാതിയിൽ സർക്കാർ നടപടിയെടുക്കാൻ നിർബന്ധിതരായത്. എന്തായാലും രാജീവ് ചന്ദ്രശേഖറിന്റെ ഇടപെടൽ ഈ വിഷയത്തിന് താൽക്കാലിക പരിഹാരമുണ്ടാക്കിയിട്ടുണ്ട്. കൂടാതെ ഈ കേസിൽ 3 ആദിവാസി പെൺകുട്ടികൾ മജിസ്ട്രേറ്റിന് മുന്നിൽ 164 മൊഴി നൽകിയിട്ടുണ്ട്. എന്താണ് ഈ 164 മൊഴി എന്നതിനെ കുറിച്ച് പലർക്കും സംശയമുണ്ടാകാം. ഒരു കുറ്റകൃത്യത്തിലെ ഇരകളോ സാക്ഷികളോ ഒരു ഭീഷണിയും സമ്മർദ്ദവും ഇല്ലാതെ സ്വതന്ത്രമായി മജിസ്ട്രേറ്റിന് മുന്നിൽ നേരിട്ട് നൽകുന്ന മൊഴിയാണിത്. ഈ മൊഴിക്ക് നിയമപരമായി വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇത് സത്യസന്ധമാണെന്ന് ഉറപ്പാക്കാൻ എല്ലാ നിയമപരമായ നടപടികളും സ്വീകരിച്ച ശേഷമാണ് രേഖപ്പെടുത്തുന്നത്. കണ്ടത് പറഞ്ഞാൽ വിട്ടത് പിടിക്കരുത് എന്ന് പറയുന്നത് പോലെ ഇരകൾക്ക് പറയാനുള്ളതിനാണ് നിയമത്തിൽ പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ നിയമപരമായ നടപടികളിലൂടെ മാത്രമേ സത്യം പുറത്തു വരികയും നീതി ലഭിക്കുകയും ചെയ്യൂ. പിന്നെ ഈ വിഷയത്തിലെ പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണകളും യാഥാർത്ഥ്യങ്ങളും പരിശോധിക്കുമ്പോൾ ഈ കന്യാസ്ത്രീകൾ ക്രിസ്ത്യൻ പെൺകുട്ടികൾ എന്ന് വിശേഷിപ്പിച്ച 3 പെൺകുട്ടികളും ഔദ്യോഗിക രേഖകളിൽ സാമൂഹിക പരിരക്ഷ ലഭിക്കുന്ന ഹിന്ദു പെൺകുട്ടികളാണ് എന്നതാണ് ഇവിടെയുള്ള പ്രധാന പ്രശ്നം. അതായത് സർക്കാരിന്റെ കണക്കുകളിലും നിയമപരമായ രേഖകളിലും ഇവർ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരാണ്. ഇവിടെയാണ് പല തെറ്റിദ്ധാരണകളും ഉടലെടുക്കുന്നത്. കേരളത്തിലെ ആദിവാസി സമൂഹം, പ്രത്യേകിച്ചും അട്ടപ്പാടിയിലെയും വയനാട്ടിലെയും ആദിവാസി വിഭാഗങ്ങൾ ഭരണഘടനാപരമായി സാമൂഹിക പരിരക്ഷ ലഭിക്കുന്ന ഹിന്ദു വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ്. ഇത് സർക്കാർ രേഖകളിലും നിയമങ്ങളിലും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഈ അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് പലരും ഈ വിഷയത്തിൽ ഇങ്ങനെ പ്രതികരിക്കുന്നതും. പലരും ഇത് രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെയാണ് നടത്തുന്നത്. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും നിയമപരമായി ഈ വശം മനസ്സിലാക്കിയാൽ മാത്രമേ ഈ കേസിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാവുകയുള്ളൂ. അതെന്തായാലും ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട്. എന്നാലും രാജീവ് ചന്ദ്രശേഖറിന്റെ ഇടപെടലിൽ ഇപ്പോൾ ഇതൊരു നിർണായക ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പലരുടെയും മുതലെടുപ്പ് അദ്ദേഹം ഇവിടെ പൊളിച്ചു കളഞ്ഞു. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.